ബേസിൽ പാറേക്കുടി, നോക്കൂ, പരീക്ഷാ ക്രമക്കേടിൽ വിവരാവകാശ കമ്മീഷൻ PSCയോട് വിവരങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ ഇല്ല എന്ന മറുപടിയാണ് കൊടുത്തത്. അന്വേഷിക്കുന്ന സംഘം വേണ്ട വിവരങ്ങളൊക്കെ തന്നേ മതിയാകൂ എന്ന് പലവട്ടം പറഞ്ഞിട്ടും ആദ്യം പിന്നോട്ട് പോവുകയായിരുന്നു PSCക്ക് ആരെയാണ് പേടി? ഈ സർക്കാരിന് PSCയെ ഇനിയെങ്കിലും വരുതിയിൽ നിർത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടോ? അന്വേഷണം നടക്കുന്നുണ്ട്, അത് അഭിനന്ദനാർഹമാണ്. അന്വേഷണം നടക്കുന്നുണ്ട്, അത് അഭിനന്ദനാർഹമാണ് എന്ന് ആങ്കർ പറഞ്ഞത് വളരെയധികം സന്തോഷത്തോടെ ആങ്കർ അത്രയെങ്കിലും പറഞ്ഞല്ലോ എന്ന് ഞാൻ ആദ്യമേ ചിന്തിച്ചു പോവുക. പിന്നെ അവിടെ ഇരുന്നോണ്ട് എന്റെ പാനലിസ്റ്റുമാർ രണ്ടുപേര് പറഞ്ഞ കാര്യങ്ങൾക്ക് ഞാൻ കൃത്യമായി ആൻസർ ചെയ്തോളാം. ഹാഷിം അലിയിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് പരീക്ഷ എഴുതി കഴിഞ്ഞ് വരുന്ന കുട്ടികൾ ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ എന്നാണല്ലോ വീട്ടിൽ വന്ന് പറയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറയുമെന്നൊക്കെയാണ് ഹാഷിം അലി പറഞ്ഞത്. ശരിയാണ് ഹാഷിം അലിയിൽ. SFIക്കാരനും DYFIക്കാരനും ഒക്കെ വീട്ടിൽ വന്ന് പറയും ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നോ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്നോ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസിൽ നിന്നോ എന്തെങ്കിലും കത്തൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അവരുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായാൽ മതി, അതായത് ഇഷ്ടമുള്ളത് എഴുതിയാൽ മതി, അല്ലെങ്കിൽ എഴുതാൻ വേണ്ടത് എന്താണെന്നുള്ളത് എന്ത് ചെയ്യും, അങ്ങ് സംസ്ഥാന കമ്മിറ്റി മുതൽ ഇങ്ങേറ്റത്തേക്ക് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഈ CPMന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടുള്ള SFIയുടെയും CPMന്റെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള DYFIയുടെയും കുട്ടികൾ PSC പരീക്ഷ എഴുതിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, ഞാൻ എന്തായാലും ഉറപ്പായിട്ടും ഈ പരീക്ഷയ്ക്ക് ജയിക്കുമെന്ന് അവർക്ക് ആത്മാഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ 100% ഡാം ഷുവർ ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് പറയാൻ സാധിക്കും. കാരണം അവരെടുക്ക് വേണ്ടിയിട്ട് ഒത്താശ ചെയ്തൊരു ഗവൺമെന്റ് ആയിരുന്നു, ഒരു PSC ആയിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ കാര്യം, PSC ബോർഡ് നമുക്ക് എല്ലാവർക്കും അറിയാം. PSC ബോർഡ് CPMന്റെ PSC ബോർഡിന്റെ കാലാവധി നമുക്കറിയാം. PSC ബോർഡ് ഇന്ന് കേരളത്തിലുള്ള PSC ബോർഡ് അശ്മരിൽ അങ്ങനെ ചുമ പുകമറ സൃഷ്ടിച്ചു പോകരുത്. ഇന്ന് കേരളത്തിലുള്ള CPMന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വെച്ച PSC ബോർഡാണ് ഇന്ന് കേരളത്തിലുള്ളത്. അല്ലാതെ PSC ബോർഡിനെ നിയന്ത്രിക്കുക, PSC ബോർഡിന് അത് CPMന്റെ കുട്ടി സഖാക്കളെയൊക്കെ പിടിച്ച് PSC ബോർഡിൽ കയറ്റി വെച്ചിട്ട് ആ PSC ബോർഡിന്റെ ആൾക്കാരെ സർക്കാർ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നുണ്ട്. PSCയുടെ കാലാവധി നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് CPMന്റെ സംവിധാനത്തിലുള്ള PSC ഈ സർക്കാർ മാറി വന്നിട്ടേ ഉള്ളൂ. നമുക്കറിയാം PSCയുടെ ബോർഡിന്റെ കാലാവധി കഴിഞ്ഞു പുതിയ ബോർഡ് വരുമ്പോ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള, അതായത് ഒരു ചട്ടക്കൂടും ഇല്ലാത്ത രീതിയിൽ അവരവന്റെ ഇഷ്ടക്കാരെ കുത്തിക്കയറ്റുന്ന ഒരു ഗവൺമെന്റ് അല്ലാത്തത് കൊണ്ട് അങ്ങനത്തെ ഒരു PSC ആയിരിക്കില്ല ഹാഷിം അലിയിൽ UDFന്റെ മുന്നണി മുന്നോട്ട് വെക്കുന്നത്. പിന്നെ ഈ സംവിധാനത്തെ ഇങ്ങനെയൊക്കെ ചെയ്ത ഏത് തമ്പുരാനായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നാണ് ഹാഷിം അലിയിൽ പറഞ്ഞത്. ഞാനൊരു കാര്യം പറയാം ഹാഷിം അലിയിൽ, അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞു പോകുമ്പോ ഏരിയ കമ്മിറ്റിയും കഴിഞ്ഞ് ജില്ലാ കമ്മിറ്റിയും കഴിഞ്ഞ് സംസ്ഥാന കമ്മിറ്റിയും കഴിഞ്ഞ് കേരള സ്റ്റേറ്റ് നമ്പർ 1 കാറിൽ പോകുന്ന തമ്പുരാനിലേക്ക് അന്വേഷണം എത്തും. PSCയെ വെച്ചത് ആ തമ്പുരാന്റെ നേതൃത്വത്തിലുള്ള സർക്കാരാ. ആ തമ്പുരാന്റെ അറിവോടെയാണോ കുത്തിക്കയറ്റിയതെന്ന് പറയുമ്പോ ആ തമ്പുരാനിലേക്ക് ഈ അന്വേഷണം എത്തും. ഹാഷിം അലിയിൽ നിന്ന് ചർച്ച കഴിഞ്ഞ് പോകുമ്പോ ഹാഷിം അലി ഓർക്കണം, ആ തമ്പുരാൻ കേരള സ്റ്റേറ്റ് നമ്പർ 1 എന്ന ബ്ലാക്ക് കിയ കാർണിവൽ വണ്ടിയിൽ പോയ സഖാവ് പിണറായി വിജയൻ എന്ന തമ്പുരാൻ ആവാതെ ഹാഷിം അലിയിൽ എന്ത് ചെയ്യുക, ദുആ ചെയ്യുക, അതായിരിക്കും നല്ലത്. പിന്നെ മനുപ്രസാദിനോടൊരു കാര്യം ഞാൻ പറയാം. മനുപ്രസാദ് PSCയെ പറ്റി ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന VD സതീഷിനെയൊക്കെ മനുപ്രസാദ് ഈ പറയുന്ന പോലെ അടച്ചാക്ഷേപിക്കുന്നൊക്കെ ഞാൻ കണ്ടു. എന്റെ മനുപ്രസാദെ, ഈ പറയുന്ന നീറ്റിന്റെ ഉൾപ്പെടെ 100ഓളം പരീക്ഷാ പേപ്പർ ചോർന്നിട്ട് ഇന്ത്യയിലെ ചെറുപ്പക്കാരെ കൊന്നുകളഞ്ഞ വർഗീയവാദികളായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയും ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നല്ലോ, മനുപ്രസാദ് എന്തെങ്കിലും മിണ്ടിയായിരുന്നോ? ഒരക്ഷരം മിണ്ടിയോ മനുപ്രസാദ് എവിടെയായിരുന്നു? ഒളിച്ച് വീട്ടിൽ കയറിയിരിക്കാൻ ആർക്കും പറ്റും മനുപ്രസാദെ. നിവർന്നു നിന്ന് NSUയും ഞങ്ങളും ഒക്കെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി ഈ പറയുന്ന ഞങ്ങളുടെ VD സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയവും പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയം രണ്ടും കമ്പയർ നോക്കി. PSC ഉദ്യോഗാർത്ഥികൾക്ക് കഴിഞ്ഞ ദിവസം ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ കൊടുത്ത ഒരു വാക്കുണ്ട്, 2 മാസത്തിനുള്ളിൽ ഞങ്ങൾ എന്ത് ചെയ്തോളാം, അതിന്റെ കൃത്യമായിട്ടുള്ള കണക്കും കാര്യങ്ങളും എടുത്ത് 2 മാസം ഞങ്ങൾ എന്ത് ചെയ്തോളാം, പരിഹരിച്ചോളാം. 2 മാസത്തിനുള്ളിൽ അതിന്റെ കൃത്യമായിട്ടുള്ള ഓർഡറും കാര്യങ്ങളും എടുക്കണം. പിന്നെ ഈ പറയുന്ന പോലെ അവരെ ഒന്ന് കാണാൻ പോയില്ല എന്നൊക്കെ അവിടെ ഇരുന്നാണ് മനുപ്രസാദ് പറയുമ്പോ, മനുപ്രസാദിന്റെ പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ തലത്തിലുള്ള മന്ത്രിമാര്, ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി, ഈ പറയുന്ന ആഭ്യന്തരമന്ത്രി, ഈ പറയുന്ന പ്രധാനമന്ത്രി മരിച്ച കുടുംബത്തിലൊന്ന് പോയോ? വിദ്യാർത്ഥികൾ, അതായത് ഉദ്യോഗാർത്ഥികൾ മരിച്ച കുടുംബത്തിലൊന്ന് പോയോ? സമരത്തിലിരുന്ന ഈ പറയുന്ന CJP ഉൾപ്പെടെയുള്ള NSU ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ കാണുന്നല്ലേ പറഞ്ഞത്, മരിച്ച കുടുംബത്തിലൊന്ന് പോയോ?
പോയില്ലല്ലോ, കൊന്നു തിന്നു. പെല്ലറ്റ് ഗണ്ണും AK-47 ഉപയോഗിച്ചുകൊണ്ട് അമിത്ഷായുടെ പോലീസും വിദ്യാഭ്യാസ മന്ത്രിയും പ്രധാനമന്ത്രിയും ചേർന്ന് കൊന്നു തിന്നു. നിങ്ങൾ വർഗീയവാദികൾ എല്ലാവരും ചേർന്ന് ഇന്ത്യയിലെ അത്രയും ചെറുപ്പക്കാരെ കൊന്നു തിന്നില്ലേ? ഇന്ത്യയിലെ മരുന്നില്ലാത്ത ക്യാൻസർ എന്താണെന്നറിയോ? ആ മരുന്നില്ലാത്ത ക്യാൻസറിന്റെ പേരാണ് BJP. ആ BJP എന്ന് പറയുന്ന മരുന്നില്ലാത്ത ക്യാൻസർ ബാധിച്ചുകൊണ്ട് നീറ്റിന്റെ പരീക്ഷ പേപ്പർ ഉൾപ്പെടെ ചോർത്തിക്കൊണ്ട് അത്രയും വിദ്യാർത്ഥികളെ കൊന്നു തിന്ന പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ട് വന്നിരുന്നത് അതിനെ ന്യായീകരിക്കാൻ നിൽക്കരുത്. അത്രയും വലിയ കെടുകാര്യസ്ഥമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ട് നിന്നിട്ട് കോൺഗ്രസ് നിങ്ങൾ കുറ്റം പറയരുത്. ഈ പറയുന്ന PSCയുടെ സമരത്തിൽ ഉൾപ്പെടെ ഈ മുഖ്യമന്ത്രി, ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി 2 മാസമാണ് സാവകാശം ചോദിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം. PSC ബോർഡ് ഇങ്ങനെ ഒരു സംഭവം നടത്തി കഴിഞ്ഞപ്പോ അതിന് അന്വേഷണം പ്രഖ്യാപിച്ച UDF-ന്റെ സർക്കാരാണ്. കേന്ദ്രത്തിൽ ഉൾപ്പെടെ നിങ്ങൾ നീറ്റുമായിട്ടുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെക്കോ. അടുത്ത ദിവസം ഉൾപ്പെടെ നിങ്ങൾ ഛാത്രം കി ഗൂഞ്ച് എന്ന് പേരിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭങ്ങൾക്ക് നേരിട്ട് മുന്നിട്ടിറങ്ങുക. അപ്പോ നിങ്ങൾ ഒരു പരിപാടി അവതരിപ്പിക്കും, ഇവിടെ വന്നിട്ട് നിങ്ങൾ വേറെ വർത്താനം പറയും. അത് ശരിയല്ല. യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നീറ്റ് എന്ന് പറയുന്ന ഈ പറയുന്ന ഇന്ത്യയിൽ ഇത്രയും വലിയ സിസ്റ്റമാറ്റിക്കൽ ഈ ഒരു സംവിധാനത്തിനകത്ത് ചോർച്ച നടത്തിയപ്പോ സംസ്ഥാന പ്രസിഡന്റ് എവിടെയായിരുന്നു? എവിടെയൊക്കെ ഒളിച്ചിരിക്കുകയായിരുന്നു? എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞോ? ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞോ BJP നേതാവ്? ഇല്ലല്ലോ. അപ്പോ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ചെയ്യുമ്പോ ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ ആരൊക്കെയാണ്? ഇപ്പോ ഒരു നാണയത്തിന്റെ ഒരു വശം BJP കേന്ദ്രത്തിൽ ഭരിക്കുമ്പോ BJP ആയിരുന്നു, മറ്റു വശം ആരായിരുന്നു? കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന CPM ആയിരുന്നു. നിങ്ങൾ 2 കൂട്ടരും ചെയ്ത് ഒരുമിച്ച് നിന്നുകൊണ്ട് അണ്ണൻ തമ്പിയായിട്ട് പിണറായിയും നരേന്ദ്രമോദിയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവിടെ PSC വിറ്റു തുലയ്ക്കുമ്പോ അവിടെ നീറ്റിനെ വിറ്റു തുലച്ചു. 2 പേരും വൻകിട കോർപ്പറേറ്റുകൾക്കും നിങ്ങളുടെ ഇഷ്ടക്കാർക്കും വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് എൻട്രൻസ് എക്സാമുകളെ ഒക്കെ വിറ്റു തുലച്ചു. മനുപ്രസാദെ വിറ്റു തുലച്ചു ആശിമരിയിലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അണ്ണൻ തമ്പിയും കൂടി ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ചെറുപ്പക്കാരെ കൊന്നു തിന്നവർ അപ്പുറം നിൽക്കുന്നു, അപ്പുറം ഇഷ്ടക്കാരെ കുത്തിക്കയറ്റിയവർ ഇപ്പുറം നിൽക്കുന്നു.